Amen. Praise the Lord. Thank you, Ryan. Thank you, Lord. 1 John chapter 3. 1 John chapter 3, verse number 4 to 10. Verses 4 to 10. യോഹന്നാന്റെ ഒന്നാം ലേഖനം 3-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്ന പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. വെരി സ്ട്രോങ് വേഴ്സസ്. എത്രമാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഫാസ്റ്റായിട്ട് ചില കാര്യങ്ങൾ പറയാം. വളരെ ശ്രദ്ധ വേണം. I am going to preach a very serious subject. I'm not too sure how detailed I can go, but please listen carefully. ഒരു ദൈവ പൈതലിന്, ഒരു വിശ്വാസിക്ക് എന്തുകൊണ്ട് പാപത്തിൽ തുടരാൻ കഴിയത്തില്ല? 5 reasons why a Christian cannot continue to living in sin. Amen. ഒരു വിശ്വാസിക്ക് എന്തുകൊണ്ട് പാപത്തിൽ തുടരാൻ കഴിയത്തില്ല എന്നതിൻ്റെ 5 റീസൺസ് ആണ് വേഴ്സസ് 4 to 10 അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്നത്. 1 John chapter 4 verses 4 through 10 explains why a child of God cannot live in sinning. Continue to living in sin. Continue to sin. ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല. ആ വാക്യങ്ങൾക്കകത്ത് തന്നെ 5 കാര്യം കിടപ്പുണ്ട്. There are 5 reasons already mentioned in those verses, so I do not want to put certain things from myself. ഇതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 10 വരെയുള്ള വാക്യം ജെന്യുവിൻ ബിലീവേഴ്സ് പ്രാക്ടീസ് റൈച്ചസ്നെസ് എന്നതാണ് ടോപ്പിക്ക്. വേഴ്സസ് 4 to 10. വേഴ്സസ് 11 to 24 ജെന്യുവിൻ ബിലീവേഴ്സ് പ്രാക്ടീസ് ലവ് ടുവേർഡ് ഫെലോ ബിലീവേഴ്സ്. മറ്റുള്ളവരെ സ്നേഹിക്കും എന്നതാണ് ഈ 2 പാർട്ടായിട്ട് ചാപ്റ്റർ 3-ക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ അല്പം കൂടെ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. യോഹന്നാൻ്റെ ഈ ലേഖനത്തിന് വളരെ നല്ലൊരു പ്രത്യേകതയുണ്ട്. വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്രത്യേകത. There is a very specific importance to this epistle of John. ഒരാള് രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നറിയാൻ, ശ്രദ്ധിച്ചു കേട്ടെ. ഒരാൾ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ, നമ്മുടെ വിശ്വാസം ജെനുവിനാണോ, റിയലാണോ, ഒറിജിനലാണോ എന്നറിയാൻ ഒരു പുസ്തകം വായിക്കേണ്ട, യോഹന്നാന്റെ ഫസ്റ്റ് എപ്പിസോഡ് മാത്രം വായിച്ചാൽ മതി. If a person is truly born again or if their salvation is genuine, we can test thoroughly by looking into John. രക്ഷ ഡെയിലി ലൈഫിൽ എങ്ങനെ വെളിപ്പെടുന്നു എന്നതിന്, അല്ലെങ്കിൽ ഔട്ട്വർക്കിംഗ് ഓഫ് സാൽവേഷൻ, രക്ഷിക്കപ്പെട്ട ഒരാളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ഞാനൊരു 9 കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. 9 തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുകയാണ്. There are 9 signs of outworking of salvation. John clearly mentioned those 9 signs. ഞാൻ ഈ ലേഖനം മുഴുവൻ വായിച്ചിട്ടും പ്രസംഗിക്കുന്നയാള് അല്ലെങ്കിൽ ഒരാൾ പ്രസംഗിക്കുന്നെങ്കിൽ അത് രക്ഷയുടെ അടയാളമാണെന്ന് വാക്കിയില്ല കേട്ടോ. Even if I preach throughout this chapter of epistles, but if I preach that doesn't mean a sign of salvation. പാട്ടുകാർക്കും ഇല്ല. Even if we sing a lot of songs, that is also not a sign of salvation. 2 കൊരിന്ത്യൻസിൽ ഒരു വാക്യമുണ്ട്, 3:13 verse 5. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? പരിശോധിക്കണം. I mean 2 Corinthians chapter 13, there is a verse that we need to test whether we are sitting in faith. നമ്മുടെ എക്സാമിനേഷൻ, നമ്മൾ
ഫെയ്ത്തിൽ തന്നെയാണോ എന്നതിൻ്റെ എക്സാമിനേഷൻ ആക്യുറേറ്റ് ആകണമെങ്കിൽ നമ്മുടെ മെഷറിംഗ് റോഡ് എന്താണ്? We need to examine ourselves whether we are in the faith. What is the measuring rod for that? The standard measuring rod. What is the standard measuring rod for നമുക്ക് whether we are നമുക്ക് sitting? തന്നെ ഒരു തോന്നലുണ്ടാവും ഞാൻ രക്ഷിക്കപ്പെട്ടയാളാണെന്ന്. അതല്ല സ്റ്റാൻഡേർഡ്. We may feel that I am a born again Christian, but നമ്മള് that is not the standard. നമ്മളെ പറ്റി വേറെ ആൾക്കാർ അഭിപ്രായം പറയും, അവര് പെന്തക്കോസ്തിലാണ്, വിശ്വാസത്തിലാണ്. അതല്ല നമ്മുടെ സ്റ്റാൻഡേർഡ് എന്നുള്ളത്. Maybe someone else say about us that they are in the Pentecostal belief, but that is not the standard of real salvation. നമ്മുടെ വിശ്വാസത്തിന്റെ സത്യസന്ധതയുടെ ജെനുവിനായിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്നുള്ളത് ഹോളി ബൈബിളാണ്. മനസ്സിലാവുന്നോ? Genuine standard of our true salvation is purely based on Holy Bible. ഈ 66 പുസ്തകത്തിനകത്ത് there is one book, the Bible, written specifically for this very one purpose. Amen. There is one book for this very ബൈബിളിനകത്തെ specific purpose. ഒരു പുസ്തകം മുഴുവൻ ഒരാളുടെ ഫെയ്ത്ത് റിയൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ എഴുതി നൽകിയേക്കാണ്. ആ പുസ്തകത്തിന് 5 ചാപ്റ്റർ ആണുള്ളത്. അത് യോഹന്നാൻ്റെ 1-ാം ലേഖനമാണ്. നമ്മുടെ വിശ്വാസം ജെനുവിനാണോ, നമ്മുടെ വിശ്വാസം റിയൽ ആണോ എന്നറിയാൻ ഈ സ്റ്റാൻഡേർഡ് മെഷറിംഗ് റോഡ് കൊണ്ടാണ് നമ്മൾ അളക്കേണ്ടത്. Whether our salvation is genuine or not, in the Bible there is an epistle called John, and this first John 5 chapters really explains how to test our faith is genuine. 9 കാര്യമുണ്ട്. ഞാനത് സമയമുണ്ടെങ്കിൽ ഒടുവിൽ പറയാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എപ്പോഴെങ്കിലും പറയാം. There are 9 signs. If time permits, evidence. 9 evidences or signs, we can go through that whether time permits. നിങ്ങൾ ശ്രദ്ധിച്ച് ഫസ്റ്റ് ജോൺ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. Do you ever read very carefully First John? ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ആഴ്ച ഒന്ന് വായിക്കണം. If not, please go through this First John. ഈ യോഹന്നാൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, പർപ്പസ് എന്നുള്ളത് ഔട്ട് വർക്കിംഗ് ഓഫ് സാൽവേഷൻ, അത് എങ്ങനെയാണെന്നുള്ളതാണ്. Purpose of this book is outworking of salvation, the evidences of outworking of salvation. എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് പ്രസംഗിക്കാൻ അങ്ങോട്ടൊരു സുഖം തോന്നില്ല. ഒരു ഇച്ചിരി കൂടെ ഒന്ന് ശരിയായിട്ട് വരുന്നേ, കുറച്ചും കൂടെ ഒരു പ്ലസൻ്റ് ആയിട്ട് ഇച്ചിരി കട്ടിയുള്ള കാര്യം പറയാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ്റെ എഴുത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഒന്നെങ്കിൽ അത് ശ്രദ്ധിച്ച് കേട്ടോണം, ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്, either or. ഇതാണ് യോഹന്നാൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത. There is a specialty for when John writes things. He usually writes either or. അതായത് ഒരു മിഡിൽ ഗ്രൗണ്ടിൽ സൈമൾട്ടേനിയസ്ലി ആയിട്ട് അവിടെയും ഇവിടെയും അങ്ങനെ ഒരു പരിപാടി യോഹന്നാനില്ല. John doesn't specify that we can have it either one day in either on the other day or. അതായത് ആഴ്ച 5 ദിവസം അവിശ്വാസിയും സൺഡേ മാത്രം വിശ്വാസിയും, ആ പരിപാടി യോഹന്നാനില്ല. either or. We cannot be both, like being a believer and being a non-believer together on all the days of the week. But he is specifying either a believer or a true salvation or a non-believer. ഞാൻ അതിന് 1-2 എക്സാമ്പിൾ മാത്രം പറയാം. either darkness or light. Amen. One example is either വെളിച്ചം അല്ലെങ്കിൽ ഇരുട്ട്, അല്ലെങ്കിൽ either true അല്ലെങ്കിൽ either false, സത്യം അല്ലെങ്കിൽ കള്ളം, അല്ലെങ്കിൽ either children of God or children of devil. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മിഡിൽ ഗ്രൗണ്ട് ഇല്ല. എല്ലാവരും കേട്ടോ? യോഹന്നാൻ വെരി ക്ലിയർ ആണ്. ഒന്നെങ്കിൽ ഇരുട്ട് അല്ലെങ്കിൽ വെളിച്ചം, ഒന്നെങ്കിൽ സത്യം അല്ലെങ്കിൽ അസത്യം, ഒന്നെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ അല്ലെങ്കിൽ പിശാചിൻ്റെ മക്കൾ. വെരി ക്ലിയർ ഡിവിഷൻ we can found in this epistle. We can see several distinctions, either light or darkness, either truth or false, either children of God or children of Satan. എന്ന് പറഞ്ഞാലേ ഈ ലേഖനത്തിൽ വിശ്വാസിയെയും അവിശ്വാസിയെയും എങ്ങനെ തിരിച്ചറിയാം, രക്ഷിക്കപ്പെട്ട ഒരുവനെയും രക്ഷിക്കപ്പെടാത്ത ഒരുവനെയും എങ്ങനെ തിരിച്ചറിയാം എന്നത് വളരെ ക്ലിയർ ആയിട്ട് വിത്ത് എവിഡൻസ് ആയിട്ട് ഒരാൾക്കും വായനയിൽ ഒരു സംശയം ഇല്ലാത്ത നിലയിൽ വെരി ക്ലിയർ ആയി അപ്പോസ്തലൻ എഴുതി നൽകിയിരിക്കുകയാണ്.
we can see very clearly how we can see the evidence of truly born again Christian. ഇതിനകത്ത് നമ്മൾ റിയലായിട്ട് എനിക്ക് ഒരു ഫ്ലോ അങ്ങോട്ട് കിട്ടുന്നില്ല, എന്നാണെന്നറിയാമല്ല. നമ്മൾ ഈ ഫസ്റ്റ് ജോണിൻ്റെ ഒക്കെ നമ്മുടെ ഇടയിൽ നിങ്ങൾ സത്യം പറ വളരെ റെയറായിട്ടല്ലേ ഫസ്റ്റ് ജോണൊക്കെ പ്രസംഗിച്ച് കേൾക്കുന്നത്, അല്ലേ? ശരിയല്ലേ? We are hardly ever hearing from these books, epistles, especially from 1 John. നമ്മൾ രക്ഷിക്കപ്പെട്ടതാണോ എന്നറിയാനേ യോഹന്നാൻ 3 ടെസ്റ്റാണ് പറയുന്നത്. 3 ടെസ്റ്റ്. ഞാൻ അതിനകത്ത് ഒരു കാര്യം എന്ന് പറയാൻ പോകുന്നത്. John was saying whether we are truly born again. He was saying 3 tests. ഒന്ന് മോറൽ ടെസ്റ്റ് ആണ്. മോറൽ ടെസ്റ്റ്, ധാർമ്മികമായൊരു ടെസ്റ്റ്. First, there are 3 tests. First test is a moral test. 2 റിലേഷണൽ ടെസ്റ്റ് ആണ്, ബന്ധങ്ങളിലുള്ള ആ പരിശോധന. The second one is relational test. 3 ഡോക്ട്രിനൽ ടെസ്റ്റ് ആണ്. The third one is a doctrinal test. ഓരോ സെന്റൻസിൽ പറയാം. മോറൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജീവിതം എങ്ങനെയുണ്ട്. Moral test is examining how our life is. പാപത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്. What is our attitude towards sin? ഹോളിനെസ്സിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്. What is our attitude towards അത് holiness? യോഹന്നാൻ വെരി ക്ലിയർ ആയിട്ട് എഴുതിയേക്കാണ്. ഈതർ ഓർ ഇട്ടിട്ട് ഇതാണ് മോറൽ ടെസ്റ്റ്. This is very clearly he was distinguishing either or, light or darkness. That is the first test for morality. രണ്ടാമത്തേത് റിലേഷണൽ ടെസ്റ്റ് ആണ്. The second test goes to relational അത് test. ചാപ്റ്റർ 3 ഒരു അധ്യായം തന്നെ 3:11 മുതൽ തീരുന്നിടം വരെ റിലേഷണൽ ടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തേക്കാണ്. Then he is explaining from a portion, rest of the portion, especially chapter 3 verses 11 onwards. He was exemplifying what is a relational test. എന്ന് പറഞ്ഞാലേ സഭായോഗത്തിന് വരുമ്പോൾ ഭയങ്കരമായിട്ട് കൈയടിക്കും. കൂട്ടുസഹോദരനെ കണ്ട മിണ്ടുകയല്ല, അവൻ രക്ഷിക്കപ്പെട്ടല്ല. When we clap very loudly when we come to church on a Sunday morning, but whenever we see a brother who is born again, we don't talk to them. പാസ്റ്ററെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല ഫുഡ് കൊടുക്കും, എന്നാൽ ഫുഡില്ലാത്ത സഹോദരന് കൊടുക്കുകയില്ല. എന്ന് പറഞ്ഞാൽ കൂട്ടുസഹോദരന് കൊടുക്കുകയില്ല. കാര്യം പാസ്റ്ററെ പ്രസാദിപ്പിക്കാമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നാളുകളിൽ പ്രയോജനപ്പെടുത്താമല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങോട്ട് വരേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ തന്നെ. In order to make a pastor pleasing, when pastor visits their house, they make delicious food. But those who are really hungry and thirsty, they don't share their food with them. റിലേഷണൽ ടെസ്റ്റ് എന്നറിയാമോ? കൂട്ടു സഹോദരനുമായിട്ട് ഒരാൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് റിലേഷണൽ ടെസ്റ്റ്. Relational test is how we are related to a child who is born again and a brother. മൂന്നാമത്തെ ഡോക്ട്രിനൽ ടെസ്റ്റ് ആണ്. The third test is a doctrinal test. ഇതിനകത്ത് കർത്താവിനെ പറ്റി ആണ് പറഞ്ഞേക്കുന്നത്. ഒരുവൻ കർത്താവിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവൻ നിത്യനരകത്തിലേക്ക് പോകുന്നുള്ളതാണ്. നമ്മുടെ രക്ഷയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ക്രിസ്തു നിങ്ങൾക്കാരാണ് എന്ന ചോദ്യത്തോടുള്ള നിങ്ങളുടെ റെസ്പോൺസിലാണ് നിങ്ങളുടെ രക്ഷയിരിക്കുന്നത്. Our salvation is always based upon who do you think Christ is. ഈ 3 ടെസ്റ്റാണ് യോഹന്നാൻ എഴുതിയേക്കുന്നത്. ഈ 3 ടെസ്റ്റ് പാസ്സായാൽ our faith is so genuine. These 3 tests are written to test whether our faith are genuine. If we pass these 3 tests, our faiths are really genuine. ഇതിനകത്ത് ഒരു കാര്യം, മോറൽ ടെസ്റ്റിനകത്തെ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. Amongst these tests, only I am going to specify this moral test. നിങ്ങൾ ആ 4-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. ചാപ്റ്റർ 3 വേഴ്സ് 4 ഒന്ന് വായിക്കാമോ? Chapter 3, 1 John chapter 3 verse 4. Everyone who practices sin also practices lawlessness, and sin is lawlessness. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. Everyone who practices sin also practices lawlessness, and sin is lawlessness. ഇവിടെ ഞാൻ ആരംഭത്തിൽ ഹെഡിങ് പറഞ്ഞായിരുന്നല്ലോ, ഒരു വിശ്വാസി പാപത്തിൽ തുടരാതിരിക്കാനുള്ള 5 കാരണങ്ങളാണ്. ഒന്നാമത്തേത് വാക്യം എഴുതിയേക്കാണ്, പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മവും ചെയ്യുന്നു. അധർമ്മം, പാപം അധർമ്മം തന്നെ. And here the 5 reasons, and he is saying that everyone who practices sin practices lawlessness. Sin is lawlessness. ഈ പാപം ചെയ്യുന്നവൻ എന്നത് ഈ വർത്തമാനകാല ക്രിയയിലാണ് എഴുതിയേക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് എഴുതിയേക്കുന്നത്. പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന നിലയിലാണ് എഴുതിയേക്കുന്നത്. We can see here
practicing sin is represented in a present continuous tense. It is continually happening. അല്ലാതെ ഐസൊലേറ്റഡ് ആക്ട് ഓഫ് സിൻ ഉണ്ട്. നമുക്കൊക്കെ ജീവിതത്തിൽ തെറ്റ് പറ്റാറുണ്ട്, എല്ലാവർക്കും പറ്റാറുണ്ട്. There are couple of isolated act of sins. We all might have happened. നമുക്കൊക്കെ കഴിഞ്ഞ ആഴ്ചയിലും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പറ്റിയിട്ടുണ്ട് അല്ലേ? നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അത് പരിഹരിച്ചിട്ടാണ് കിടക്കാൻ പോയേക്കുന്നത്. We all had committed several sins past week also, but we need to reconcile it before we go to bed. എന്നാൽ ഇവിടെ പാപം ചെയ്യുന്നവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഐസൊലേറ്റഡ് സിന്നിന്റെ കാര്യമല്ല, ഹാബിച്വൽ പ്രാക്ടീസ് ഓഫ് സിൻ. This here the author was mentioning it's not an isolated act of sin, but it is a habitual sin. ഹാബിച്വൽ സിൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടെന്ന പേരുമുണ്ട്, പക്ഷേ പാപത്തിൽ എന്ത് ചെയ്യുകയാണ്? തുടരുകയാണ്. അത് ഏത് പാപത്തിലാണെന്ന് അവരവർക്കേ അറിയത്തുള്ളൂ. അതിനെപ്പറ്റിയാണ് പറയുന്നത്. പാപം ചെയ്യുന്നവൻ അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. We are aware in which thing we are continually knowingly sinning or habitually sinning. That is why the author is saying whoever practices sin knowingly, habitually practices lawlessness. എന്താ ലോലെസ്നെസ്? അല്ലെങ്കിൽ ചില ട്രാൻസ്ലേഷൻ ഇന്നിക്വിറ്റി എന്നുണ്ട്. എന്താ ഇന്നിക്വിറ്റി? എന്താ ലോലെസ്നെസ്? ആ വാക്കിൻ്റെ അർത്ഥം ഇൻസബോർഡിനേഷൻ എന്നാണ്. വിധേയപ്പെടാത്ത, അനുസരിക്കാത്ത, കീഴ്പ്പെടാത്ത സ്വഭാവം. എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ റീസൺ, വിശ്വാസി പാപത്തിൽ തുടരരുത്. കാരണം പാപം ഇൻസബോർഡിനേഷൻ ടു ഗോഡ് ആണ്. Amen. Why a believer habitually sinning? Because they are disobeying gospel or they are in insubordination to gospel. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ റെബല്യൻ എഗെയിൻസ്റ്റ് ദി അതോറിറ്റി. എന്താ നമ്മുടെ അതോറിറ്റി? ദൈവവചനമാണ്. ആ ത്രിയേക ദൈവം നമുക്ക് എഴുതി നൽകിയ ഇൻസ്പയർഡ് സ്ക്രിപ്ചറാണ് നമ്മുടെ മേലുള്ള ആധികാരികത. അതിനകത്തൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹോളിനെസ് മനസ്സിലാക്കിയേക്കുന്നത്. ഒരുവൻ ഹാബിച്വലി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും പാപം ചെയ്യുന്നെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടവനല്ല എന്ന് 10-ാം വാക്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് എൻ്റെ അർത്ഥം? ഒരുവൻ പാപത്തിൽ തുടരരുത്. പാപം അധർമ്മം തന്നെ. It is insubordination to the authority of God. Amen. If a person continually, knowingly, willfully sinning, that is a habitual rebellion against authority. What is our authority? The authority is the scripture or God. പാപം ചെയ്യുന്നത് തുടരുന്ന ഒരാൾ അധികാരത്തോട് മറുതലിച്ച് ജീവിക്കുകയാണ്. When a person committing sin knowingly, that person is living against the authority. ഞാൻ ഈ ഇന്നിക്വിറ്റി അല്ലെങ്കിൽ ലോലെസ്നെ പറ്റി ആ പദത്തിൻ്റെ അർത്ഥം ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് വായിച്ച് കേൾപ്പിക്കാം. ഇൻ ഇംഗ്ലീഷ്, ഇൻസബോർഡിനേഷൻ ടു ഗോഡ്, ഫസ്റ്റ് മീനിങ്. സെക്കൻഡ്, വാണ്ടിങ് വൺസ് ഓൺ വേ, refusing to acknowledge the Lord as a rightful sovereign, placing one's own will above the will of God. അതാണ് അധർമ്മം എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നോ? എന്തുകൊണ്ട് ഒരുവന് പാപത്തിൽ തുടരാൻ പറ്റില്ല? കാരണം പാപം അധർമ്മമാണ്. ദൈവത്തിൻ്റെ പരമാധികാരത്തിന് വിധേയപ്പെടാത്തതാണ്. ദൈവഹിതത്തിന് മുകളിൽ അവനെ തന്നെ പ്ലേസ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ അധികാരത്തെ മറുതലിക്കുന്നവനാണ്, ഇൻസബോർഡിനേഷനാണ്. അതുകൊണ്ട് ദൈവമക്കളെ, എന്തുകൊണ്ടാണ് നമ്മൾ പാപത്തിൽ തുടരാത്തത്? കാരണം പാപം അധർമ്മം തന്നെ. Why children of God do not continue willfully sinning? Because sin is always a lawlessness or it is an insubordination to the authority. ഒന്നാമത്തെ കാര്യം ക്ലിയർ ആയോ? Hallelujah. ഏതേലും ഹാബിച്വൽ സിൻ ഓഫ് പ്രാക്ടീസ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ജീവിതത്തിൽ പാപം ഇടയ്ക്കൊക്കെ നമുക്കുണ്ടാകാം. പക്ഷേ ആർക്കും അറിയാൻ മേലെങ്കിലും തുടർമാനമായിട്ട് പാപത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഓർക്കുക, പാപം അധർമ്മം തന്നെ. അത് ദൈവത്തിൻ്റെ അധികാരത്തിന് എതിരാണ്, ദൈവത്തോട് മത്സരമാണ്. എൻ്റെ
ജീവിത പങ്കാളിക്ക് അത് അറിയാൻ പാടില്ലായിരിക്കാം. പാപം അധർമ്മം തന്നെ. If anyone hears this message who is continually doing sin willfully, maybe your partner didn't know, maybe no one else know in which sin you are continuing. Always remember that you are rebelling against God, you are rebelling against God's will, and you are insubordinate to the authority, and you are living in sin, and sin is always lawlessness. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം കിട്ടിയല്ലോ. ഫസ്റ്റ് റീസൺ. സെക്കൻഡ്, നിങ്ങൾ 5-ാമത്തെ വാക്യം വായിച്ചേ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല. Verse 5, you know that he appeared in order to take away sins, and in him there is no sin. അതായത് 5-ാം വാക്യത്തിനകത്ത് പറയുക, കർത്താവ് ഭൂമിയിൽ വന്നതിന്റെ കാരണം, the purpose, കർത്താവ് ഭൂമി വന്നതിന്റെ കാരണമാണ് പാപങ്ങളെ നീക്കാനാണ് വന്നത്. Why did our Lord God appeared in this earth? Because he came to take away all sins of the humanity. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പാപങ്ങളെ നീക്കാൻ വന്നവനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ച നമ്മൾ പാപത്തിൽ തുടരുന്നെങ്കിൽ, the second reason why Christian cannot practice sin is because it is incompatible with the work of Christ. Amen. Why we cannot continually sinning? Because it is incompatible to the work of our God. പാപത്തിൽ ജീവിക്കാൻ കഴിയാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം, ക്രിസ്തു എന്തിന് ലോകത്തിൽ വന്നുവോ ആ വരവിന് നേരെ വിപരീതമാണ് നമ്മുടെ ജീവിതം. Amen. We cannot continue sinning because what purpose our Lord appeared to this earth? We are just living against, or it is not compatible with the life of Jesus. നമ്മുടെ പ്രസംഗവും നമ്മുടെ സബ്ജക്റ്റും ഒക്കെ എന്നാ, നമ്മുടെ കർത്താവ് പാപങ്ങളെ നീക്കാൻ പ്രത്യക്ഷനായി. നമ്മൾ ജംഗ്ഷനിൽ നിന്ന് പറയും പാപികളെ രക്ഷിക്കുന്ന കർത്താവ്. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പാപത്തിൽ തുടരുകയാണേലോ നമ്മൾ എന്നാ ചെയ്തതെന്നറിയാമോ? നമ്മൾ പറയുന്നതിനും നമ്മുടെ കർത്താവ് വന്നതിനും എതിരായിട്ടാണ് നാം ജീവിക്കുന്നത്. എന്തുകൊണ്ട് വിശ്വാസി പാപത്തിൽ തുടരരുത്? The reason why a believer cannot continue in sin is because it is contrary to the purpose of Jesus' incarnation. Amen. The purpose of Jesus' incarnation is to take away the sins of humanity. But if we proclaim the gospel in a public place, like Jesus came to take away your sin, and if you or I continue in sinning, then we are telling something which is incompatible. To sin is contrary to Christ's work. Amen. To sin is contrary to the Christ's work. നമ്മൾ ഈ ഹോളി കമ്മ്യൂണിയന്, ഞാൻ ഇന്നലെ അത് അല്പം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഒരു വാക്യമുണ്ട്, ഇത് അൺവർത്തി മാനറായിട്ട് എടുക്കരുത്, അയോഗ്യമായിട്ട് അപ്പം തിന്നരുത്, അയോഗ്യമായിട്ട് അപ്പം തിന്നരുത്. When we partake Lord's table, there is a verse that we are not supposed to take it in an unworthy manner. നമ്മൾ അപ്പം എടുത്ത് സ്തോത്രം ചെയ്യാറുണ്ടല്ലോ എല്ലാവരും. എന്തിനാ സ്തോത്രം ചെയ്യുന്നത്? We usually take the bread and praise God. എന്നെ വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം. Because we are praising for our redemption. നമ്മൾ ഒരു മിനിറ്റ് നമ്മളെ തന്നെ സെൽഫ് എക്സാമിനേഷൻ നടത്താറുണ്ട്. We usually do a self examination. ഏതെങ്കിലും പാപം ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്നെ അങ്ങയുടെ രക്തത്താൽ വീണ്ടും, എനിക്ക് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ ക്രൂശിൽ അങ്ങ് രക്തം ചൊരിഞ്ഞത്, നമ്മൾ കൺഫസ് ചെയ്യാറുണ്ട്. We usually, when we partake the Lord's table, we usually confess our sins by stating that you came over this earth and you died for my sins. അടുത്ത സെന്റൻസ് ശ്രദ്ധിച്ച് കേൾക്കണം. പാപത്തിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം പറയുകയും ആരും അറിയാതെ പാപത്തിൽ തുടരുകയും ചെയ്യുന്നെങ്കിൽ അത് നമ്മുടെ കർത്താവിനെ നമ്മൾ വഞ്ചിക്കുകയല്ലേ? When we take part in Lord's table, we thank God because He came to take away our sins, and we give Him all the gratitude. But still, if knowingly we are continuing in sinning, not knowing anyone else, that is doing something. പാപത്തിൽ എന്നെ രക്ഷിച്ചതിന് സ്തോത്രം എന്ന് പറഞ്ഞിട്ട് ആരും അറിയാതെ ഹാബിച്വൽ സിൻ നമ്മളിൽ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ രക്ഷകനെ നമ്മൾ കളിയാക്കുകയാണ്, നമ്മൾ മഹാപാപികളാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് നിങ്ങൾ ഇരുട്ടിലാണ്. If we commit sin
knowingly without someone else knows it. And if we publicly confess that you came to take away our sins, then we are truly living in a sinful way. എന്തുകൊണ്ടാ പാപം ചെയ്യരുതെന്ന് പറഞ്ഞേ? രണ്ടാമത്തെ കാരണം, ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് കോൺട്രറി ടു ദ പർപ്പസ് ഓഫ് ഹിസ് ഇൻകാർനേഷൻ ആൻഡ് ഹിസ് ഡെത്ത് ഓൺ ദ ക്രോസ്. Amen. ക്ലിയർ ആയ രണ്ട് കാര്യം. മൂന്നാമത്തെ കാര്യം, Hallelujah. The third point. വേഴ്സ് നമ്പർ 5, അതിന്റെ അവസാന വാക്ക് കണ്ടോ? Hallelujah. അവനിൽ, പാപമില്ല. ഒന്ന് നോക്കിയേ വേദപുസ്തകത്തിനകത്തേക്ക്, അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. വെരി ക്ലിയർ. And in him there is no sin. No one who abides in him sins. No one who sins has seen him or knows him. മൂന്നാമത്തെ അവിടെ 3-4 പദങ്ങൾ കണ്ടോ? He did no sin. He knew no sin. In him there is no sin. We can see certain phrases. He did no sin. He didn't know sin. And he is not in sin. അതായത് മൂന്നാമത്തെ റീസൺ എന്നാണെന്നറിയാമോ? നമ്മൾ പാപത്തിൽ തുടർന്നാൽ നാം വിശ്വസിക്കുന്ന കർത്താവിൻ്റെ സ്വഭാവത്തിന് നേരെ എതിരാണ് നമ്മുടെ സ്വഭാവം. ഒന്ന്, പാപം അധർമ്മം ആയതുകൊണ്ട് ചെയ്യാൻ പാടില്ല. 2, കർത്താവ് വന്നതിൻ്റെ ഉദ്ദേശം അതല്ലാത്തത് കൊണ്ട് ചെയ്യാൻ പാടില്ല. 3, നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം അതല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പാടില്ല. ക്ലിയർ? Why we should not commit sin? Because our Father who rescued us, his character is not that. He doesn't do sin. If a believer is continuing in sin, it is against the character of Christ. Amen. Hallelujah. ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? Amen. ഇവിടെ നാം വിശ്വസിക്കുന്ന കർത്താവിൽ പാപമില്ല. Amen. The one whom we believe, he doesn't have any sin. നമ്മളിൽ പാപം ഉണ്ടെങ്കിൽ നാം വിശ്വസിക്കുന്ന കർത്താവിൻ്റെ സ്വഭാവത്തിന് നേരെ എതിരാണ് നമ്മുടെ സ്വഭാവം. ബിക്കോസ് ഇൻ ഹിം there is no sin. If we carry sin, then we are contrary to our God, because in him there is no sin. നമ്മുടെ പേര് ക്രിസ്ത്യാനി എന്നാണല്ലേ? We are called as Christians. അങ്ങനാണെങ്കിൽ ആ പേര് പോലെ തന്നെ നമ്മൾ ജീവിക്കണം. അതാണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. If we have the label as a Christian, we need to live as a Christian. എന്നാൽ നമുക്ക് ഹാബിച്വൽ സിൻ ഉണ്ടെങ്കിൽ, But if we have a habitual sin, sin is the denial of the character, the one whose name a believer bear. hallelujah, praise the Lord. If we have the character of sinning, then we are carrying a label which is not the true Christian. Praise the Lord. Hallelujah. ഇവിടെ ഒരു ഭയങ്കര സീരിയസ് കാര്യമുണ്ട് ആ വാക്യം. Hallelujah. അവനിൽ വസിക്കുന്നവൻ പാപം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ ആ പ്രസന്റ് കണ്ടിന്യൂസ്നെസ് ഞാൻ പറഞ്ഞല്ലോ, ഹാബിച്വൽ പ്രാക്ടീസ് ഓഫ് സിന്നിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. Again, it is mentioned as no one who abides in him sins. That is also represented in a present continuous tense. ഐസൊലേറ്റഡ് ആക്ട് ഓഫ് സിന്നിന്റെ കാര്യമല്ല. കാര്യം ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അവിടുത്തെ ദുരുപദേശക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സമയമില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ. It is also not an isolated act of sin, but it is a continual habitual sin. തുടർമാനമായിട്ട് ഒരാൾ പാപത്തിൽ തുടരുന്നു, പേര് വിശ്വാസിയാണെങ്കിലും. 6-ാം വാക്യം പറയുന്നത് നിങ്ങൾ കേട്ടോ, അങ്ങനെ ചെയ്യുന്നവൻ ആരും കർത്താവിനെ കണ്ടിട്ടില്ല, കർത്താവിനെ അറിഞ്ഞിട്ടില്ല. മീനിങ് സാൽവേഷൻ നെവർ ടുക്ക് പ്ലേസ്. Amen. It is very clearly stating that if a person says that he is abiding in him, but if he habitually sinning, then that person is not born again at all. Very plain language. It is a very plain language mentioned here. ഏക സത്യ യോഹന്നാൻ ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 17:3 ഒരു വാക്യമുണ്ട്. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. നോക്കൂ, ആ പിതാവിനെയും ആ പുത്രനെയും അറിയുന്നതാണ് നിത്യജീവനെങ്കിൽ ഒരുവൻ പാപത്തിൽ വിശ്വാസി എന്ന പേര് കൊണ്ട് തുടരുന്നെങ്കിൽ അവൻ പിതാവ്
കർത്താവിനെ കണ്ടിട്ടില്ല, കർത്താവിനെ കണ്ടിട്ടില്ല, കർത്താവിനെ അറിഞ്ഞിട്ടില്ല. Salvation never took place. Amen. In John chapter 17 verse 3 states that this is eternal life, that they may know you, the only true God, and Jesus Christ, whom you have sent. So if we habitually sin, we are not believing in God the Father, Christ the Son, or the Holy Spirit. പാപമില്ലാത്തവന്റെ പേരാ നമ്മൾ എടുത്തേക്കുന്നത്, ക്രിസ്ത്യൻസ് അല്ലേ? Amen. We took a name who doesn't have any sin. We took that label, Christians. എന്നിട്ട് നമ്മൾ ഹാബിച്വൽ സിൻ നമുക്കുണ്ടെങ്കിൽ we are against the character of holy God. Amen. We took a label as a Christian, but still if we continually habitually doing sin, then we are against the character of our Father. പണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ സ്റ്റോറി എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. You all might have heard. ഒരുത്തനെ പിടിച്ചു, അലക്സാണ്ടർ പിടിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഫൈനലി ചോദിച്ചു, നിന്റെ പേരെന്നാന്ന് ചോദിച്ചു. അന്നേരം അവൻ പറഞ്ഞു, എൻ്റെ പേര് അലക്സാണ്ടർ ആണെന്ന് പറഞ്ഞു. അന്നേരം അലക്സാണ്ടർ പറഞ്ഞൊരു വാചകം ഇതാണ്, യു ഈദർ ചേഞ്ച് യുവർ നെയിം ഓർ ചേഞ്ച് യുവർ ബിഹേവിയർ. You all heard about a story from Alexander the Great. He once captured a servant and asked his name, and he said that my name is Alexander. Then this King Alexander said, either change your name or change your character. ഇതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, യു ഈദർ ചേഞ്ച് യുവർ നെയിം ഓർ ചേഞ്ച് യുവർ. ഞാൻ പറഞ്ഞില്ലേ, യോഹന്നാൻ വെരി ക്ലിയർ ആയിട്ട് ഈദർ ഓർ സൈമൾട്ടേനിയസ്ലി ആയിട്ട് അവിടെ ഇവിടെയും അങ്ങനെ പരിപാടിയില്ല. This is the same thing our Lord is mentioning and urging us, either change your name or change your character. മൂന്ന് കാര്യം ക്ലിയർ. ആ വാക്യത്തിൽ തന്നെയല്ലേ ഞാൻ പോകുന്നത്. നാലാമത്തെ കാര്യം, The fourth one. 7-8 വായിച്ചേ. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്, അവൻ നീതിമാനായിരിക്കുന്നതുകൊണ്ട് നീതി ചെയ്യുന്നവൻ, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, മുകളിൽ പറഞ്ഞേക്കുന്ന കപടഭക്തിക്കാർ നിങ്ങളെ തെറ്റിക്കരുത് എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം. 8-ാം വാക്യം, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണൊരു കാര്യം. He's again repeating in verse 8, the one who practices sin or habitually sinning is of the devil, for the devil has sinned from the beginning. The Son of God appeared for this purpose, to destroy the works of the devil. എന്തുകൊണ്ട് നമ്മൾ പാപം ചെയ്യരുത്? നാലാമത്തെ റീസൺ. Why didn't we commit sin? Because Christ came to destroy the work of arch sinner Satan. കർത്താവേ, ഭൂമി വന്നത് പാപത്തിൻ്റെ ഉപജ്ഞാതാവായ അവൻ്റെ പ്രവൃത്തികളെ തകർക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നാം ദൈവമക്കളാകെ കൊണ്ട് പാപത്തിൽ തുടരരുത്. We should not continue sinning because we are the children of God, and the Son of God appears for this very purpose, to destroy the works of the devil. And so we should not continually, habitually commit sin. എന്തുകൊണ്ട് പാപം ചെയ്യാൻ പറ്റില്ല? Why we are unable to commit sin continually? 8-ാം വാക്യം അനുസരിച്ച് sin originate from the devil. Amen. Because the origination of sin is from Sin devil. belongs to the devil. Sin belongs. It is the source and power of sin from devil. Amen. Hallelujah. Satan is the originator and investigator of sin. Amen. Hallelujah. 4 കാര്യം കിട്ടിയോ? Hallelujah. അതുകൊണ്ട് 8-ാം വാക്യം, Hallelujah. ആ വാക്യത്തിനകത്ത് പാപം ചെയ്യുന്ന പിശാചിൻ്റെ മകനാകുന്നു. ഒരു വ്യത്യാസമില്ല. മേളി പറഞ്ഞല്ലോ, ഹാവിച്ച സിന്നുള്ളവൻ കർത്താവിനെ കണ്ടിട്ടില്ല. അറിഞ്ഞിട്ടില്ല. ഓ, എന്നെ ഒരു ഈ ബാലസിംഹങ്ങൾ ഇരകെട്ടാതെ വിശന്നിരിക്കുന്നായിരുന്നു നമ്മളെല്ലാവരും പൈസയോട് പറഞ്ഞു. എനിക്കറിയാം. Hallelujah. അത് ഞാൻ ഇടയ്ക്ക് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്ന, അത് പറയുന്ന ഉപദേശിക്ക് ഭയങ്കര കൃപയാന്ന് പറഞ്ഞത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. Hallelujah. Praise the Lord. I still cannot I'm not able to understand. If a preacher is preaching that even the lions may go hungry and weak, but those who cry to the Lord will be fed. When we hear that type of messages, we are so excited. But when we hear that those who commit sin do not belong to God, why we are not accepting that? നമ്മുടെ പല കൂട്ടായ്മകളും കണ്ടാൽ കർത്താവ് പണ്ടേ അവിടുന്ന് പോയി. Many of our gatherings. It is truth, absolute truth. ഞാനിത് സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മെഷറിംഗ് റോഡ് തിരുവഴുത്താണ്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ എവിഡൻസ് ഓഫ് സാൽവേഷൻ ഞാൻ പ്രൂവ് ചെയ്യേണ്ടത്. അല്ലാതെ ടെസ്റ്റ് മണി കേട്ടോ അടുത്തിരിക്കുന്നവൻ പറയുന്നത് കേട്ടോ അല്ല. ദൈവവചനമാണ് എൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് റൂൾ.
measuring rod for the evidences of salvation is always whether we truly obey and follow our God. Hallelujah. പിശാച് ആദ്യം മുതൽ പാപം എന്ന് പറഞ്ഞാൽ പുള്ളി ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ പാപം ചെയ്യുന്നല്ല. Sin originates from him. Amen. Hallelujah. He is the source of all evil. Amen. Hallelujah. എപ്പോഴും പാപത്തിൽ തുടരുന്ന, വഞ്ചിക്കുന്ന, കഴിവെങ്കിൽ വൃതന്മാരെ കൂടി തെറ്റിക്കാൻ അലറുന്ന സിംഹം എന്ന പോലെ നടക്കുന്ന ഒരു എതിരാളി എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. We can see that the devil also continually, in a present continuous tense, he always tempts and he practices us to sin. നാലാമത്തെ റീസൺ നമുക്ക് ഞാൻ ഒന്നുകൂടെ ഒരു പാരാഫ്രൈസ്ഡ് വേർഷനിൽ പറയാം. Sin originate with devil, so therefore a believer cannot continue to living in sin. Amen. Hallelujah. Everyone who practices sin also practice lawlessness, and sin is lawlessness. അവൻ ആദ്യം മുതൽ പാപം ചെയ്തെന്ന് പറഞ്ഞാൽ from the very beginning of his rebellion against God. അതാണ് ആദ്യം മുതൽ എന്നതിന്റെ അർത്ഥം. We can see here the devil has sinned from the beginning against the plan and purpose of God. 4 കാര്യം കിട്ടിയല്ലോ അല്ലേ? ഇത് എന്തിനാ പറഞ്ഞതെന്ന് അറിയാമോ? Hallelujah. ഹാബിച്വൽ സിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനെ കണ്ടിട്ടില്ല, Amen. അറിഞ്ഞിട്ടില്ല, കർത്താവിൻ്റെ മകനല്ല, പിശാചിൻ്റെ മകനാണ് എന്നാണ് 95 വയസ്സ് ജീവിച്ചിരുന്ന എഫസോസിലെ എൽഡറായിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുകയാണ്. ഇതാണ് ഒരുവൻ പാപത്തിൽ തുടരരുത് എന്നതിൻ്റെ റീസൺ. ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷകനെ കണ്ടിട്ടില്ല, അവനെ അറിഞ്ഞിട്ടില്ല. A 95-year-old man, John, during his old age, he was writing a letter to the Ephesus, and he was mentioning and reminding and urging that if you practices evil and if you knowingly or habitually, continually sinning against God, then you never saw God and your salvation is not right. അഞ്ചാമത്തെ കാര്യം. Hallelujah, hallelujah. 9-ാം വാക്യം, വേഴ്സ് നമ്പർ 9. Verse 9. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം എന്ന് പറഞ്ഞാൽ ഹാബിച്വൽ സിൻ ഇല്ല അവന്. Fifth reason, those who is born of God practices no sin. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. Because his seed abides in him and he cannot sin because he is born of God. Hallelujah. അഞ്ചാമത്തെ റീസൺ എന്നാന്നറിയാമോ? The fifth reason why a child of God cannot sin. Because it is incompatible with the ministry of the Holy Spirit. Amen. Hallelujah. കാരണം ആ വിത്ത് നമ്മുടെ അകത്തിട്ടത് ആരാണ്? ഹോളി സ്പിരിറ്റ് ആണ് അല്ലേ? Hallelujah. സ്തോത്രം. ജോൺ ചാപ്റ്റർ 3, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം യോഹന്നാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ആ വിത്തിൻ്റെ അർത്ഥം 3 നിലയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കാറുണ്ട്. ഹിസ് നേച്ചർ, ഹിസ് സ്പിരിറ്റ് ആൻഡ് ഹിസ് വേർഡ്. 3 ശരിയാണ്. വേദപുസ്തകത്തിലൂടെ നോക്കിയാൽ ആത്മാവ് തൻ്റെ വചനമാകുന്ന വിത്തിനെ നമ്മുടെ അകത്ത് നൽകിയത് കൊണ്ട് we cannot continue in habitual sin. Hallelujah. Those who is born again or those who are born of water and spirit, we cannot sin. We cannot continue living in sinning because it is incompatible with the ministry of the Holy Spirit. എന്ന് പറഞ്ഞാലേ ഒത്തിരി പറയാനായിട്ടുണ്ട്. സിന്ന് ഒരുവൻ കർത്താവിലേക്ക് വന്നു കഴിയുമ്പോൾ sin has lost its power on me. അതാണ് റോമൻസ് ചാപ്റ്റർ 6. എൻ്റെ മേലുള്ള അവൻ്റെ അധികാരം മാറുന്നു, എൻ്റെ കർത്തൃത്വം മാറുന്നു, എൻ്റെ തല മാറുന്നു. ഞാൻ ക്രിസ്തുവാകുന്ന തലയുടെ കീഴിലെ അംഗങ്ങളും അവയവങ്ങളും ആകുന്നു. Sin has lost its power on me. When a person turns toward God, when a person is born again, his authority is changing. If we continually or habitually sinning, then we are not under the right authority. സെയിന്റ് അഗസ്റ്റിൻ നിങ്ങൾ കേട്ടിട്ട് കാണും. ഒരു ചർച്ച് ഫാദറാണ്, 5th century സെയിന്റ് അഗസ്റ്റിൻ. You might have heard about a church father, Saint Augustine.
പോള് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിയോളജിയൻ എന്നാണ് വിളിക്കുന്നത് സെന്റ് അഗസ്റ്റിനെ. Saint Augustine was called as the greatest theologian after Paul. സെന്റ് അഗസ്റ്റിൻ ഒത്തിരി ഇമ്മോറൽ ലൈഫ് നയിച്ച ഒരാളാണ്. Saint Augustine led a very immoral life. ഒരു ദിവസം കർത്താവിനെ കണ്ടു. കർത്താവ് തന്നെ വിളിച്ചു. One day he met with God. God called Saint Augustine. അങ്ങനെ ഇരുന്നപ്പോൾ തൻ്റെ പഴയ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ പെണ്ണുങ്ങളൊക്കെ തന്നെ വിളിക്കാനായിട്ട് തുടങ്ങി. At that time, one day he met God. At that time, but some of his old friendships started to call him back again. ഒരിക്കൽ അഗസ്റ്റിൻ റോഡിൽ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് തന്നെ വിളിച്ചു, സെന്റ് അഗസ്റ്റിൻ ഇത് ഞാനാണെന്ന് പറഞ്ഞു. One day while he was walking through a road, a prostitute called him and mentioned, Augustine, this is me. അഗസ്റ്റിൻ എന്നാ റിപ്ലൈ ചെയ്തെന്നറിയാമോ? Hallelujah. Do you know what reply this and Augustine born again person gave? Sister, it might be you, Hallelujah. but it is no longer me. That person, that brother said back in this way, sister, maybe you are mentioned as you are the same one, but I am not the right Saint Augustine. I am a changed But Augustine. it no longer me. It is no longer me. Praise Lord. Hallelujah. Hallelujah. ക്ലിയർ ആയെന്ന് വിചാരിച്ചോട്ടെ. 10ാമത്തെ വാക്യം കൺക്ലൂഷൻ ആണ് കേട്ടോ. കൺക്ലൂഷൻ. Verse 10, the summary of verses 4 to 9. The summary of verses 4 through 9 we can see in verse 10. ഞാൻ ആ വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ മാത്രം ഇങ്ങനെ വായിക്കാം. Only two kinds of children exist in the world. No one can belong to both families simultaneously. Either one belong to God's family and exhibit his righteous character, or one belongs to Satan's family and exhibits his sinful nature. Hallelujah. No one can claim that they are believing in Christ and also in sin. Either they are a child of God or he or she is a child of the devil. ആ തീം മറക്കരുത്. ഒന്നെങ്കിൽ ഇരുട്ട് അല്ലെങ്കിൽ വെളിച്ചം. Either or. Do not ever forget the theme. We are either light or darkness. 10ാം വാക്യം ഒരുമിച്ച് നോക്കി നിർത്തുക. Let us look together the ദൈവത്തിന്റെ verse മക്കൾ 10. ആരെന്നും Hallelujah. പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. By this, the children of God and the children of the devil are obvious. രണ്ടാം ഭാഗം, നീതി പ്രവർത്തിക്കാത്തവൻ ആരും Hallelujah. സഹോദരനെ സ്നേഹിക്കാത്തവനും കർത്താവിനെ കണ്ടിട്ടില്ല, കർത്താവിനെ അറിഞ്ഞിട്ടില്ല. Anyone who does not practice righteousness is not of God, nor the one who does not love his brother. ആമേൻ. ക്ലിയർ ആയോ 5 കാര്യം? Hallelujah. I നമുക്ക് ഒരു hope നിമിഷം എഴുന്നേറ്റ് നിൽക്കാം.